ഹലോ, ഇന്ന് എണ്ണയിലൊന്നും പൊരിക്കാത്ത അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള റവയും അവിലും കൊണ്ടുള്ള പലഹാരം തയ്യാറാക്കിയാലോ. അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി ഇതാ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വെള്ള അവിലാണ് എടുത്തിട്ടുള്ളത്, ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് അല്പം ഏലക്ക അരി കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അങ്ങനെ ഇതാ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് ചെറു ചൂടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കണേ. അങ്ങനെ അതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പിഞ്ച് ഉപ്പും അല്പം ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് അല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഈ ഒരു പരുവത്തിൽ മാവ് റെഡിയാക്കിയിട്ടുണ്ട്. 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ ഇതാ 5 മിനിറ്റിന് ശേഷം മാവ് ഇതേ കട്ടിയിലാണ് വന്നിട്ടുള്ളത്. ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് അല്പം നെയ്യ് ബ്രഷ് ചെയ്തതിന് ശേഷം തയ്യാറാക്കി വെച്ച മാവ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് സ്പൂൺ വെച്ച് ഇതുപോലൊന്ന് നിരത്തി കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് അല്പം തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് നെയ്യിൽ വറുത്തെടുത്തതാണ്. അത് ഗോൾഡൻ കളറായി വരുന്നിടം വരെ വറുത്തെടുത്തതിന് ശേഷം ഇതുപോലെ മുകളിലായിട്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുക. നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതും വേണേൽ ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിലിപ്പോൾ നട്ട്സൊന്നും ഇല്ലാത്തതുകൊണ്ട് തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. അങ്ങനെ ഇതാ ഒരു 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പം റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. അങ്ങനെ അവിലും റവയും വെച്ചിട്ടുള്ള അടിപൊളി പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാണ്, ചൂടോടെ ഇതാ മുറിച്ചെടുക്കുകയാണ്. അങ്ങനെ ഇതാ അടിപൊളിയായിട്ടുള്ള അവിലും റവയും വെച്ചിട്ടുള്ള വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. 4 മണിക്കൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. താങ്ക്സ് ഫോർ വാച്ചിങ്.